بسم الله الرحمن الرحيم. സ്മരണകൾ സമരായുധങ്ങളാണ്. ഓർമ്മക്കപ്പലിൻ്റെ പായകൾ ഉയർത്തിക്കെട്ടി പ്രതിരോധത്തിലേക്കുള്ള ചിറക് വിടർത്തലാണത്. ചരിത്രം മറക്കുന്നവർക്ക് ജീവിതത്തെ ജ്വലിപ്പിക്കാനാവില്ല. മറവിയുടെ മഹാസമുദ്രത്തിൽ മുങ്ങുന്ന ജനത സ്വന്തം ചിതയൊരുക്കിക്കൊണ്ടേയിരിക്കുന്നു. ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ വിപ്ലവത്തിൻ്റെ തീപ്പന്തങ്ങളുയർത്തിയ ധർമ്മസഖാക്കൾ സമരമുഖത്ത് ഇന്നും നെഞ്ചുവിരിച്ചു നിൽക്കുന്നു. അക്ഷരങ്ങളിലും ഭാഷയിലും പ്രയോഗങ്ങളിലും സാക്ഷാത്കരിക്കപ്പെടാത്ത സ്വപ്നങ്ങളുടെ ചോരയിറ്റുന്ന മുറിവുകളിലും അവർ നിറഞ്ഞു നിൽക്കുന്നു. ആശയത്തിനു വേണ്ടി ആത്മാവ് സമർപ്പിച്ച അവർ ഖബറിടങ്ങളിൽ വിശ്രമസ്ഥരല്ല, പോർമുഖങ്ങളിൽ ജ്വലിച്ചിരിക്കുന്നവരാണ്. രക്തസാക്ഷികളും ഇമവെട്ടത്തു നിന്ന് നടന്നു നീങ്ങിയ വിപ്ലവകാരികളും നമ്മുടെ മുന്നോട്ടു പോവാനുള്ള ഇരുണ്ട വഴിയിലെ നിറവെട്ടങ്ങളാണ്. സമരായുധങ്ങളുടെ ഉരക്കല്ലുകളാണ്. സ്മരണകൾ നമ്മുടെ വേദനകളെ മുഴുവൻ വീര്യമാക്കുന്ന ദിവ്യൌഷധങ്ങളാണ്. തളർന്നിരിക്കാനല്ല, പൊരുതാൻ ഞങ്ങൾ ഉണർന്നിരിപ്പുണ്ടെന്ന വിളംബരമാണ്. ബഹുമാനരായ ആലിമുകൾ, നല്ലവരായ സഹപ്രവർത്തകരെ, കൂട്ടുകാരെ, വികാരപ്രക്ഷുബ്ധമായ മനസ്സുമായി ഖാലിദിയയിൽ നമ്മൾ സംഗമിച്ചിരിക്കുകയാണ്. വിപ്ലവത്തിൻ്റെ തേരോട്ടങ്ങളുടെ കഥകൾ അയവിറക്കുന്ന ഈ പുണ്യഭൂമിയിൽ മഹോന്നതരായ സാദാത്തുക്കളുടെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമായി ഉണ്ട്. ഈറ നനഞ്ഞ കൽപ്പുമായി നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഒഴുകിയെത്തിയ നിങ്ങളെ ഉൾക്കൊള്ളാൻ ഈ സദസ്സിന് പ്രയാസമുണ്ടെന്ന് സംഘാടകർ മനസ്സിലാക്കുന്നു. ഓർമ്മയുടെ ആഴിയിൽ ഈ തക്ബീർ വിളികൾ എന്നെ വിളിച്ചുകൊണ്ടുപോകുന്നത് വർഷങ്ങൾക്കപ്പുറം ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ വികാര കേന്ദ്രമായ സ്റ്റുഡൻറ് സെൻ്ററിൻ്റെ മുകളിൽ രാത്രി 3:30 മണി സമയത്ത് ഞാനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അബ്ദുൾ റസാഖും കൂടിയിരിക്കുകയാണ്. കയറി വരുമ്പോൾ എൻ്റെ കൂട്ടുകാരനും ഞാനും എത്തിച്ചേർന്നത് നമ്മുടെ ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കരുത്തുള്ള ഒരു മഹാവ്യക്തിത്വത്തെ ഞങ്ങളുടെ മനസ്സിലേക്ക് ഉയർന്നു വരും. തൂവെള്ള പുഞ്ചിരിയുമായി, ഒരിക്കൽ കണ്ടാൽ ഇനിയൊരിക്കലും മറക്കാനാവാത്ത പുഞ്ചിരി സമ്മാനിക്കുന്ന, ഹൃദയം നൽകി കടന്നു പോകുന്ന പ്രിയപ്പെട്ട ഖാലിദ്, ആ ഖാലിദിൻ്റെ മഹാമുഖത്തെ മനസ്സിലേക്ക് കണ്ട ഞങ്ങൾ ഖാലിദിനു മാത്രമേ കേരളത്തെ പുതിയ സാഹചര്യത്തിൽ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ എന്ന തീരുമാനത്തിലെത്തി. പക്ഷേ ഖാലിദ് നിൽക്കുന്നത് അങ്ങ് സലാലയിലാണ്. ഖാലിദിനെ 2 വർഷത്തേക്ക് ലീവെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവരണം. SSF എന്ന് പറയുന്ന കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യഹൃദയങ്ങളെ ഒരാരവമാക്കി ഉയർത്തിയെടുക്കുന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ നേതൃപദം ആ കരങ്ങളിൽ സുരക്ഷിതമായി ഏൽപ്പിക്കണം. ആ ലക്ഷ്യം മുന്നിൽ കണ്ട് സുബഹി ബാങ്ക് വിളിക്കുന്ന ശബ്ദത്തോടെ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ തീരുമാനിക്കുന്നത് ഖാലിദിനെ ലീവെടുപ്പിക്കാൻ ശൈഖുന കാന്തപുരം ഉസ്താദിനെ കൊണ്ട് ഫോൺ ചെയ്യിപ്പിക്കാനാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ തേടി മർക്കസിലേക്ക് പുറപ്പെടുന്ന ഞങ്ങൾ പെട്ടെന്ന് സ്റ്റുഡൻറ് സെൻ്ററിലെ ഫോൺ ബെല്ലടിക്കുന്നു. ഓടിച്ചെന്ന് ഫോൺ എടുക്കുമ്പോൾ അതിലെൻ്റെ പ്രിയപ്പെട്ട ഖാലിദിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. ഖാലിദ് അദ്ദേഹത്തിൻ്റെ നിറപുഞ്ചിരിയോടെയുള്ള ആമുഖം കേൾക്കുമ്പോൾ വികാരത്തോടെ, താല്പര്യത്തോടെ, സന്തോഷത്തോടെ 1000 ഓർമ്മകളുമായി ഞങ്ങൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. ഖാലിദ് പറയുന്നത്, ഞാൻ വിളിക്കുന്നതങ്ങ് സലാലയിൽ എന്നല്ല, നമ്മുടെ കേരളത്തിൽ നിന്നാണ്. ഹജ്ജ് കർമ്മം പൂർത്തിയായപ്പോൾ എൻ്റെ ഉമ്മയ്ക്ക് എന്നെ കാണണമെന്ന വല്ലാത്തൊരാഗ്രഹം, ആ ആഗ്രഹമൊന്ന് പൂർത്തിയാക്കണമെന്ന കൊതിയോടെയാണ് ഞാൻ കടന്നു വരുന്നത്.
ഞാനിതാ ഏതാനും മിനിറ്റുകൾക്കകം നിങ്ങളുടെ ചാരത്തണയുകയാണ്. ഞങ്ങളുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. ഇതൊരു വലിയ ശുഭലക്ഷണമാണ്. ഞങ്ങൾ ആരെയാണോ തേടിക്കൊണ്ടിരിക്കുന്നത്, ആ തേടിക്കൊണ്ടിരിക്കുന്ന പ്രതിഭ ഞങ്ങളുടെ മുറ്റത്തേക്ക് കടന്നു വരികയാണ്. ആവേശത്തോടെ കാത്തു ഞങ്ങൾ പുറത്തു തന്നെ നിന്നു. എൻ്റെ പ്രിയപ്പെട്ട ഖാലിദ് കടന്നു വന്നു. ഞങ്ങളുമായി അല്പം സംവദിച്ചു. ഖാലിദിനോട് മെല്ലെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ഖാലിദ് പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നെ കാണാനുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹം കൊണ്ട് എന്നെ കാത്തിരിക്കുകയാണ്. ഞാനൊന്ന് പോയി വരട്ടെ, നമുക്കെല്ലാം ചർച്ച ചെയ്യാം. ഖാലിദ് സുന്ദരമായി പുഞ്ചിരിച്ച് അമർത്തി ചുംബനങ്ങൾ നൽകി ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വാഹനത്തിലേക്ക് കയറുമ്പോൾ എൻ്റെ മനസ്സു നിറയെ, എൻ്റെ കൂട്ടുകാരൻ്റെ ഹൃദയം നിറയെ ഖാലിദ് എന്ന് പറയുന്ന മഹാപ്രതിഭ ഒരു ദിവസം പോലും ബുദ്ധിവെച്ച നാൾ മുതൽ ളുഹാ നഷ്ടപ്പെടാത്ത, ബുദ്ധിവെച്ച നാൾ മുതൽ ഒരിക്കൽ പോലും തഹജ്ജുദ് നഷ്ടപ്പെടാത്ത, എപ്പോഴും കളിക്കൂട്ടുകാരെ പോലെ സുന്നി ബാലസംഘത്തിന്റെ കൊച്ചുകൂട്ടുകാരുടെ സാന്നിധ്യമുള്ള ആ പ്രിയപ്പെട്ട ഖാലിദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രസ്ഥാനം കേരളത്തിന്റെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ പച്ച പിടിച്ച് വളരുന്ന ആവേശകരമായ രംഗമായിരുന്നു. ഖാലിദ് കണ്ണുമറയുന്നത് വരെ ഞങ്ങൾ നോക്കി നിന്നു. നേരെ ഓഫീസിലേക്ക് കയറി കുളിച്ച് വൃത്തിയായി നേരെ നാട്ടിലേക്ക് പോകാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഫോൺ വീണ്ടും ബെല്ല് ചെയ്യുന്നു. ഞങ്ങൾ പെട്ടെന്ന് പോയി അറ്റൻഡ് ചെയ്യുമ്പോൾ കേൾക്കേണ്ടി വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട ഖാലിദ് അങ്ങ് സലാലയിൽ നിന്ന് വന്നു. പാവപ്പെട്ട ഞങ്ങളോട് സംസാരിച്ചു. ഉമ്മയെ കാണാനുള്ള കൊതിയുമായി കടന്നെത്തിയപ്പോൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉമ്മയുടെ കണ്ണെത്തുന്ന ഭാഗത്ത് അതാ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഖാലിദ് തന്റെ വീടിനോട് ഏറെ ദൂരമല്ലാത്തൊരിടത്ത് വെച്ച് ഒരാക്സിഡന്റിൽ എന്നേക്കുമായി കണ്ണടച്ചു പോയി. അല്ലാഹു ആ മുഖം കാണാൻ സ്വർഗത്തിൽ നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അന്ന് എൻ്റെ മനസ്സിലെ താല്പര്യങ്ങളും കൊതികൾക്കും യാതൊരു പ്രതിഫലവുമില്ലാതെ എൻ്റെ പ്രിയപ്പെട്ട ഖാലിദ് എന്നോട് യാത്ര ചോദിക്കുമ്പോൾ നമ്മുടെ പ്രതീക്ഷകൾ എവിടെ പോയി? എൻ്റെ പ്രിയപ്പെട്ട ഖാലിദിന്റെ ഉമ്മയുടെ ആഗ്രഹിച്ചു നിൽക്കുന്ന കണ്ണുകളുടെ കൊതികൾ എവിടെ പോയി? നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും അപ്പുറം ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ തീരുമാനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ട് എൻ്റെ ഖാലിദ് യാത്രയാകുമ്പോൾ അന്ന് എൻ്റെ കൂടെ ആ ചർച്ചയിലുണ്ടായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട അബ്ദുൾ റസാഖ് ഇന്ന് ഈ മഹാസംഗമത്തിന് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു, ഒരുപക്ഷെ നിങ്ങളെക്കാളേറെ ആരും കാണാത്തൊരു കോണിലിരുന്ന് എൻ്റെ അബ്ദുൾ റസാഖിന്റെ മനസ്സ് ഈ സദസ്സിനെ നോക്കി ആവേശം കൊള്ളുന്നുണ്ടായിരിക്കും. ആ പ്രിയപ്പെട്ട അബ്ദുൾ റസാഖ് ഇന്ന് ഖബറിന്റെ താഴെ കിടക്കുന്നു. ഈ ഖബറിന്റെ താഴെ കിടക്കുന്ന എൻ്റെ രണ്ട് കൂട്ടുകാരുടെ മുന്നിൽ ഇനി ഒരേ ഒരു മനുഷ്യൻ, ആ ചർച്ചയിലെ ഒരേ ഒരു മെമ്പർ ഈ ഭൂമിക്ക് മുകളിലൂടെ നടക്കുമ്പോൾ എൻ്റെ അനിയന്മാരെ എനിക്കിനി എത്ര ദിവസം പ്രതീക്ഷിക്കാം? ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയുന്നത്, എപ്പോഴും നമ്മളത് പ്രതീക്ഷിക്കണം. എവിടെ വെച്ചാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് നമ്മുടെ മരണം നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ മരണവും ഒരു സന്തോഷമാണ്. ഇവിടെ നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒരിക്കലും പിരിഞ്ഞു പോകാതിരിക്കുന്നതിനല്ലല്ലോ. ഖാലിദിയയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ നിങ്ങളെ മറന്നിട്ടുണ്ട്, നാമല്ലാതായി മാറിയിട്ടുണ്ട്. ഈ ഭാരാഭാരം കിടക്ക് കാണുന്ന എൻ്റെ അനുജന്മാരെ കാണുമ്പോൾ ഞാൻ വികാരം കൊണ്ട് വീർപ്പുമുട്ടുന്നുണ്ട്. പക്ഷേ ആ വികാരങ്ങൾക്ക് നാന്ദി കുറിക്കേണ്ടവരല്ലേ നമ്മൾ? ഇവിടെ നിന്ന് പിരിഞ്ഞു പോകേണ്ടവരല്ലേ നമ്മൾ? ഇതുപോലെ ഏറെ വൈകാതെ നമ്മുടെ ഒത്തുകൂടലുകൾക്ക് അവസാനമുണ്ട്. വിരഹവേദനയുടെ കഥകൾ നൽകാൻ വേണ്ടിയല്ലാതെ നമ്മൾ ആരും സ്നേഹിക്കുന്നില്ല, സംഘടിക്കുന്നില്ല. ഈ വിരഹത്തിന്റെ ദുഃഖത്തിലും പക്ഷേ നമ്മുടെ നേതൃത്വത്തിന്റെ ഈറനണിഞ്ഞ മുഖങ്ങൾ നമ്മളെ നയിക്കുന്നില്ലേ? ഓർത്തു നോക്കൂ, നമ്മുടെ ജന്മത്തിനൊരു ദൗത്യമുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങളുടെ ജന്മത്തിനൊരു വലിയ ദൗത്യമുണ്ട്. ആ ദൗത്യത്തെ കുറിച്ച് ഖുർആൻ നമ്മോട് പറയുന്നത്, ഇന്നി ജാഇലുൻ ഫിൽ അർദി ഖലീഫ, ഭൂമി ലോകത്ത് ഞാൻ എൻ്റെ പ്രതിനിധിയെ സ്ഥാപിക്കുന്നു എന്നാണ്. എന്താണ് പ്രാതിനിധ്യത്തിന്റെ ലക്ഷ്യം? പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടുണ്ടോ? ആദിമ പ്രതിനിധിയായി വന്നത് ആദ്യത്തെ പ്രവാചകനായി പ്രബോധകനായിരുന്നു. പ്രബോധന ദൗത്യം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യമാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ലക്ഷ്യം.
ആ പ്രബോധന മണ്ഡലത്തിലുള്ള നിരന്തരമായ മുന്നേറ്റത്തിന് തിടുക്കം കാണിക്കുന്നതിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ പറയട്ടെ, പക്ഷേ മരണത്തിൻ്റെ ശേഷം ആ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുമെങ്കിൽ മരണത്തെ നമ്മൾ എന്തിനു വെറുക്കണം? മരണം നമുക്കൊരിക്കലും നമ്മുടെ മുന്നിൽ നമ്മുടെ ദൗത്യ സാക്ഷാത്കാരത്തിന് തടസ്സമാകുന്നില്ലെങ്കിൽ പിന്നെ മരണത്തെ നമ്മൾ എന്തിനു വരവേൽക്കാതിരിക്കണം? ഓർക്കുന്നില്ല, ഈ സദസ്സിൻ്റെ മൂലയിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകന്മാരെ കൈപ്പൊക്കാൻ എനിക്ക് സാധിക്കും. ആയിരങ്ങൾക്ക് പറയാനുണ്ടാകും, ഞങ്ങൾ ഈ ത്രിവർണ്ണ പതാകയുടെ വാഹകരായി മാറിയത്, ഞങ്ങൾ ഈ സ്നേഹ വിപ്ലവത്തിൽ അംഗങ്ങളായി മാറിയത്, ഞങ്ങൾ ഈ കരുത്തിന്റെ മേഖലയിൽ കൈകോർത്തിരിക്കാൻ തയ്യാറായത് എൻ്റെ ഖാലിദിന്റെ വികാര തീവ്രമായ ചരിത്രത്തിന്റെ വായനയിൽ നിന്നാണ്. ഓ ഖാലിദ് എന്ന ഗ്രന്ഥത്തിലൂടെ കടന്നു വന്ന നൂറുകണക്കിന് പ്രതിഭകൾ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. മരണപ്പെട്ടു പോയ ഖാലിദ് പക്ഷേ ഖബറിന്റെ അന്തരാളത്തിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകന്മാരെ ദൈനംദിനം വളർത്തിക്കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. ഖാലിദ് ഒരു മഹാശബ്ദമായിരുന്നു. ഖാലിദിന്റെ കൂടെ നമുക്ക് നേതൃത്വം നൽകേണ്ടിയിരുന്ന, ഇന്ന് ഈ ക്ലാസ്സിൽ എന്നെക്കാളേറെ പ്രഭാഷണം നടത്തേണ്ടിയിരുന്ന എൻ്റെ പ്രിയപ്പെട്ട വെള്ളില മുഹമ്മദ് ഫൈസി, ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചാരത്ത് നമ്മുടെ ആ മഹാവ്യക്തിത്വം ഈ സദസ്സിനെ നോക്കി ആനന്ദം കൊള്ളുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട വെള്ളില മരിക്കുന്നതിന് 10 മിനിറ്റ് മുമ്പ് വാഹനം നിർത്തിയപ്പോൾ ആ 10 മിനിറ്റ് മുമ്പ് കണ്ടെത്തിയ കൂട്ടുകാരോടൊക്കെ പറഞ്ഞത് ഇങ്ങനൊരു സദസ്സിനെ കുറിച്ചാണ്, നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ വികാരത്തിൻ്റെ ജീവവായുവായ SSFനെ കുറിച്ചാണ്. SSF എന്ന് പറയുന്നത് നാം ആണ്, അല്ലെങ്കിൽ നമ്മൾ SSF ആണ്. ഈ കാണുന്ന ഭൂമികയിലെ ഓരോ ചലനങ്ങളും നമുക്കെങ്ങനെ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ടെന്ന കൃത്യമായ അന്വേഷണമാണ് ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ സംഗമത്തിൽ നമുക്ക് വരുന്നത്. എൻ്റെ കൂട്ടുകാരെ, ഒരുപക്ഷെ ഇവിടുന്ന് തിരിച്ചു പോകണമെന്നില്ല, ഇതവസാനത്തെ രാത്രിയാവാം, ആകുന്നതിനൊരു തടസ്സവുമില്ല. നാം നിരച്ചല്ല ഒന്നും ചെയ്തു തീർക്കാറുള്ളത്. ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട വെള്ളില മുഹമ്മദ് ഫൈസി അങ്ങ് വാദി സലാമിലെ അവസാനത്തെ മീറ്റിങ്ങിൽ അവസാനമായി പറഞ്ഞ വാക്ക്, ബാക്കി തിരിച്ചു വന്നിട്ട് ചെയ്യാം. പക്ഷേ ബാക്കി തിരിച്ചു വന്ന് ചെയ്യാൻ എൻ്റെ പ്രിയപ്പെട്ട ഫൈസിക്ക് സ്വർഗലോകത്തായിരിക്കും അവസരം എന്ന് അള്ളാഹു ഖലാ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട വെള്ളില മുഹമ്മദ് ഫൈസിക്ക് പക്ഷേ ഇന്നും ജനലക്ഷങ്ങളുടെ മനസ്സിൽ ജീവിക്കാൻ സാധിക്കുന്നു. കേവലം ജഡികമായ ജീവിതത്തിലേറെ പ്രൗഢമാണത്. നമ്മുടെ മനസ്സുകളെ ഇളക്കി മറിച്ച് നമുക്ക് 1000 ആവേശങ്ങൾ നൽകി, നമുക്ക് ഈമാനിന്റെയും തഖ്വയുടെയും പുതിയ മുഖങ്ങൾ നൽകി ആ മഹാവ്യക്തിത്വങ്ങൾ ഇന്നും നമ്മുടെ കൂടെയുണ്ട്. നിസാരയെ കുറിച്ച് പറയുമ്പോൾ വെള്ളിലയുടെ ഓർമ്മകൾ മറക്കുകയില്ലല്ലോ. ഞാൻ ഓർക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട വെള്ളില മുഹമ്മദ് ഫൈസിയെ ഞാൻ ആദ്യം കാണുന്നത് ഒരു ലേഖനത്തിലൂടെയാണ്. ചെറിയ കൊച്ചുകുട്ടിയാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട വെള്ളില മുഹമ്മദ് ഫൈസി എനിക്ക് സമ്മാനിച്ച ഒരു ചെറിയ പുസ്തകം, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും സ്നേഹിച്ച എൻ്റെ കൊച്ചു പുസ്തകമായ റിസാല. ആ റിസാലയിലെ ഒരു ലേഖനം, പ്രിയപ്പെട്ട ഫദീല എൻ്റെ കാമുകിയാണവൾ. ഞാനവൾ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ടേറെയായി. ഫദീല എവിടെ? എൻ്റെ പ്രിയനേശ്വരി എവിടെ? അവളെ തേടി ഞാൻ ടൗണുകളിൽ കറങ്ങി, ബസ് സ്റ്റാൻഡുകളിൽ കറങ്ങി, എവിടെയും ഫദീലയില്ല. ഫദീലയെ തേടി ഞാൻ അതാ കാണുന്ന റോഡിൻ്റെ തെരുവോരങ്ങളിൽ അന്വേഷിച്ചു. എൻ്റെ ഫദീലയെ എനിക്ക് കിട്ടിയില്ല. ടാക്സീസുകളിൽ ഞാൻ ഫദീലയെ തേടിപ്പോയി. എൻ്റെ പ്രിയനേശ്വരി അവിടെയുമില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്ത് കാണുന്ന വിവിധങ്ങളായ കോട്ടകൾ തേടി ഞാൻ ഫദീലയെ അന്വേഷിച്ചു. അവിടെയും എൻ്റെ ഫദീലയില്ല. ഫദീല എന്ന് പറയുന്നത് എൻ്റെ ധർമ്മമാണ്. ആ ധർമ്മത്തെ തേടിയുള്ള പടയോട്ടത്തിൽ നിരാശന കാമുകനായി തിരിച്ചു വരുന്ന എൻ്റെ വെള്ളില ഫൈസി അവസാനം എന്നോട് പറഞ്ഞു, പക്ഷേ ഫദീലയെ തേടിയുള്ള എൻ്റെ അന്വേഷണം അവസാനിക്കുന്നത് SSFലാണ്. അവിടെ ഞാൻ ധർമ്മത്തിൻ്റെ മുഖം കാണുന്നു. എനിക്ക് വേണ്ടിയല്ലാതെ, എൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടി, എൻ്റെ ആശയത്തിന് വേണ്ടി, ഈ ധാർമ്മിക പോരാട്ടത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ഹൃദയശുദ്ധിയുള്ള പ്രവർത്തകന്മാരെ കാണുന്നു. അവർ ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയല്ല. ഈ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മരണത്തിൻ്റെ മുഖത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് നമുക്ക് വലിയ ദൗത്യം നിർവഹിക്കാനുണ്ട്. രാജ്യത്തിൻ്റെ നാനാഭാഗത്തും ധാർമ്മികതയ്ക്ക് ക്ഷതമേറ്റുകൊണ്ടിരിക്കുന്നു, സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, കാരുണ്യം വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു.
ഇവിടെ സ്നേഹത്തിൻ്റെ പുതിയ തീപ്പന്തങ്ങൾ ഉയർത്തിയെടുക്കാൻ നമ്മളല്ലാതെ മറ്റാരുമില്ല. ഈ വലിയ ബാധ്യത ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ കൊടിക്കൂറയ്ക്ക് കീഴിൽ ഒരു വലിയ സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിൽ നാം അംഗമാകുമ്പോൾ നമ്മുടെ കൂടെ നാം മാത്രമല്ല. ഓർത്തുപോകുന്നു, ഞാൻ വർഷങ്ങൾക്കപ്പുറം ഞാനിതുപോലൊരു സദസ്സിലിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇതുപോലെയുള്ളൊരു വിശാലമായ സദസ്സിൽ ഞാൻ ഇരിക്കുകയാണ്. ഇതുപോലെ ഏകദേശം ആയിരങ്ങൾ തടിച്ചുകൂടിയിരിക്കുന്ന ആ മഹാസദസ്സിൽ പാവപ്പെട്ട താഹിർ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഇരിക്കുമ്പോൾ ആ സദസ്സിൻ്റെ മുന്നിൽ ഒരു പ്രൗഢമായ പ്രഖ്യാപനം വരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ആയിരക്കണക്കിന് കരാമത്തുകൾ നമുക്ക് കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളാണ്. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ ആ സദസ്സിനെ വിളിച്ചുകൊണ്ട് ഒരു മഹാപ്രഖ്യാപനം നടത്തി. SSFകാരെ, നിങ്ങൾ അർശിന്റെ തണലിലാണ്. എൻ്റെ കൂട്ടുകാരെ, നമ്മൾ അർശിന്റെ തണലിലാണ്. അത് ഒരു പാഴ്വാക്കല്ല, കൃത്യമായി അളന്നു മുറിച്ചുകൊണ്ട് പഠനം നടത്തിക്കൊണ്ട് മനസ്സിന്റെ അന്തരാളത്തിൽ നിന്ന് വന്ന ഒരു പ്രഖ്യാപനമായിരുന്നു. പക്ഷേ നമുക്ക് അർശിന്റെ തണലിലേക്ക് പോകാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും നമ്മുടെ വാക്കുകളും നമ്മുടെ ചലനങ്ങളും നമ്മുടെ പ്രവർത്തനങ്ങളും അർശിന്റെ താഴ്ഭാഗത്ത് നിൽക്കാവുന്ന രൂപത്തിൽ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ഓർത്തിട്ടുണ്ടോ നിങ്ങൾ? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും മനുഷ്യന്റെ കണ്ണ്, മനുഷ്യന്റെ കാത്, മനുഷ്യന്റെ ഹൃദയം അത് മുഴുവനും ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയില്ല. അള്ളാഹുവിന്റെ ചോദ്യം ചെയ്യൽ കടന്നു വരുമ്പോ എന്തു മറുപടി പറയും? ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ തെര്യപ്പെടുത്തിയ വചനം വർഷങ്ങൾക്കപ്പുറം എൻ്റെ പ്രിയപ്പെട്ട വെള്ളില ഫൈസി എന്നെ തെര്യപ്പെടുത്തിയതാണ്. മറക്കാത്ത ഓർമ്മകൾ നൽകിയ പ്രൗഢമായ ക്ലാസുകളിൽ നിന്ന് എത്രയെത്ര വികാര തീവ്രമായ ആവേശങ്ങൾ നൽകിയ പ്രഭാഷണങ്ങൾ ഞാൻ ഓർക്കുന്നു. എൻ്റെ ഫൈസി എന്നോട് ഓർമ്മപ്പെടുത്തി, മാഷറാ മുറ്റത്ത് നാം നിൽക്കുന്നു, ആരുമില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത ഭൂമിക. അവിടെ നമ്മുടെ തൊട്ടുമുകളിൽ സൂര്യൻ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നു. വിയർപ്പിൽ കുളിച്ച് വിഷമിച്ച് തളർന്ന് എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ പാടുപെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് അള്ളാഹു ചോദ്യം ചെയ്യാൻ വേണ്ടി വരികയാണ്. ആരും രക്ഷപ്പെടുത്താനില്ല. ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം മലായിക്കത്ത് നമ്മ വലയം ചെയ്ത സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ ശൈലി എങ്ങനെയാണ്? മോനെ, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് മഞ്ചേശ്വരത്ത് ഒരുമിച്ച് കൂടിയ ആ സദസ്സിൽ നിന്ന് ഇന്ന സമയത്ത് ഇന്ന ഒരു കാര്യം നീ ചെയ്തില്ലേ? കൃത്യമായ ചോദ്യമാണ്. അള്ളാഹുവിന്റെ ആ ചോദ്യത്തിന്റെ മുന്നിൽ നമുക്കെങ്ങനെ മറുപടി പറയാൻ സാധിക്കുമെന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം കൂട്ടുകാരെ. എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് തികട്ടി വരേണ്ടതുണ്ട്. അള്ളാഹുവിന് എല്ലാം കൃത്യമായി അറിയുന്ന റബ്ബിന് തീർച്ചയായും നമ്മെ ചോദ്യം ചെയ്യാൻ അവകാശമുണ്ടെന്നും അത് അവസരമുണ്ടെന്നും വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ ചോദ്യം ചെയ്യലിന്റെ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാളിന്റെ ദിവസം വരെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യ സമുദായത്തിൽ ഏറ്റവും ചെറിയ തെറ്റ് ചെയ്ത മനുഷ്യൻ, ആ ചെറിയ തെറ്റ് ചെയ്ത മനുഷ്യൻ അള്ളാഹുവിനെ സമീപിക്കാൻ വേണ്ടി കടന്നു വരുന്ന രംഗം ഭയപ്പെട്ട് ഭീതിപ്പെട്ട് പേടിച്ചരണ്ട് 200 ഒട്ടകങ്ങൾക്ക് ഒരാഴ്ചക്കാലം വെള്ളം കുടിക്കുവാനുള്ള വിയർപ്പ് ശരീരത്തിൽ നിന്ന് ഒഴുകിപ്പോകുമാർ പേടിച്ചരണ്ടു പോകുന്ന ഒരു സമയം പാവപ്പെട്ട നമുക്ക് വരാനില്ലേ കൂട്ടുകാരെ? ആ സമയം വന്നെടുക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യ്, എൻ്റെ കണ്ണ്, എൻ്റെ കാത്, എൻ്റെ ശരീരം, ആ ശരീരം ശുദ്ധമാക്കി എടുക്കാൻ എനിക്ക് കഴിയണം എന്ന ഒരു തീരുമാനം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നാം SSFകാരാകുന്നത് ഈ ഒരു വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് എന്താണ് എൻ്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു വലിയ കാഴ്ചപ്പാടുകൾ നമുക്ക് മുന്നിൽ നൽകുകയാണ് ഈ മഹാപ്രസ്ഥാനം. ഈ പ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളായി മാറുക. നമുക്ക് മുന്നിൽ സ്വർഗത്തിന്റെ വാതാനങ്ങൾ തുറന്നു നിൽക്കുന്നു. നമുക്ക് മുന്നേ കടന്നുപോയ എത്ര കൂട്ടുകാർ. ഞാൻ ഓർക്കുന്നത് നിങ്ങൾക്കറിയുമോ, എൻ്റെ പ്രിയപ്പെട്ട ഖാലിദ്, ഞാൻ എപ്പോഴും ആ മഹാവ്യക്തിത്വത്തെ കുറിച്ച് കൂടുതലായി വാചാലമാകുന്നത് ബോധപൂർവമാണ്.
മറക്കാൻ കഴിയാത്ത ആ ചെറിയ പ്രവർത്തകൻ. ഏറെക്കാലം ജീവിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ എത്ര സ്നേഹത്തിന്റെ മുത്തുകൾ. കൊച്ചുകുട്ടികൾ ഖാലിദിന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. പാവപ്പെട്ട ഉമ്മമാർ ഖാലിദിന്റെ പ്രിയപ്പെട്ടവരായിരുന്നു. ആ രാജ്യത്ത് ജീവിക്കുന്ന അമുസ്ലിങ്ങൾ ഖാലിദിന്റെ കൂട്ടുകാരായിരുന്നു. ആ രാജ്യത്ത് ജീവിച്ചു കൊണ്ടിരുന്ന എല്ലാ മനുഷ്യർക്കും ഖാലിദ് പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ഖാലിദ് അങ്ങ് സലാലയിലിരിക്കുമ്പോഴും ഇങ്ങ് കേരളത്തിലെ ത്രസിപ്പിക്കുന്ന ചിന്തകൾ ഖാലിദ് പാവപ്പെട്ട പ്രവർത്തകന്മാരുടെ മനസ്സിലേക്ക് ഒരു വികാരമായി ആളിക്കത്തിക്കുമായിരുന്നു. നമുക്കും മരണമുണ്ട്. അതിന്നാവാം, അല്ലെങ്കിൽ നാളെയാവാം. എപ്പോൾ മരിക്കേണ്ടി വരുമ്പോഴും നമുക്ക് ഖാലിദായി മരിക്കാൻ കഴിയുമോ? നമുക്ക് പ്രിയപ്പെട്ട അബ്ദുൾ റസാഖായി മരിക്കാനാവുമോ? എൻ്റെ കൂട്ടുകാരെ, മനസ്സിനോട് ചോദിക്കുക. മരിക്കാനും മരിക്കാത്ത മരണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ അവസാനമാകാത്ത ഒരു വലിയ മുന്നേറ്റത്തിന് നിങ്ങൾക്ക് മുന്നിൽ അവസരമുണ്ട്. ഈ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഞാൻ ഓർക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട കോളൂർ അബ്ദുൾ റഷീദ് മാസ്റ്റർ ക്ഷീണിതനായി കിടക്കുകയാണ്. കണ്ണിന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, ക്യാൻസർ ബാധിച്ചു. മരണത്തോട് മല്ലടിക്കുമ്പോൾ ഞാൻ കയറി ചെല്ലുന്ന സാഹചര്യത്തിൽ എന്നോട് അബ്ദുൾ റഷീദ് വേച്ചു പറയുന്നത്, പ്രിയപ്പെട്ട സഖാഫി, എനിക്കെന്ന് കണ്ണു തുറക്കാൻ കഴിയും. നമ്മുടെ സംഘടനയുടെ മിനിറ്റ്സ് ബുക്ക് വൃത്തിയായി കൃത്യമായി എഴുതി തീർത്തിട്ട് എനിക്ക് മരിക്കണമായിരുന്നു. ഓർത്തു നോക്കൂ നിങ്ങൾ, എനിക്ക് ജീവിക്കണമായിരുന്നുവെന്ന് അബ്ദുൾ റഷീദ് ആവശ്യപ്പെടുന്നില്ല. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു താല്പര്യമുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിന്റെ മിനിറ്റ്സ് ബുക്ക്, ആ മിനിറ്റ്സ് ബുക്ക് വൃത്തിയുള്ളതാക്കിയിട്ട് എനിക്ക് മരിക്കണം. എനിക്ക് ചെയ്തു തീർക്കാനുള്ള കണക്കുകൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ട് എനിക്ക് മരിക്കണമെന്ന് പറയുന്ന മനഃശുദ്ധിയുടെ എത്രയെത്ര കൂട്ടുകാർ ഈ സദസ്സിന്റെ മുന്നിൽ എന്നെക്കാളേറെ അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് അല്ലാഹു ഇനിയും അവസരം തന്നു. ഈ അവസരങ്ങൾ തീർച്ചയായും വലിയ നിഅ്മത്തായി മനസ്സിലാക്കുക. എപ്പോഴും അവസാനിക്കാവുന്ന ഈ അവസരത്തെ പരമാവധി ഉപയോഗപ്പെടുത്താൻ നമുക്കാവുക. ഈ മഹാപ്രസ്ഥാനത്തിന്റെ മുന്നണി പോരാളികളായി കടന്നുപോയ നൂറുകണക്കിന് പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അവരുടെ ഖബറും സന്തോഷപൂരിതമാണ്. എന്തേ കാരണം? അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ ഈ ഇരിക്കുന്ന ഞാനും നിങ്ങളും ഒരുപക്ഷെ ഇന്ന് രാത്രി മരണപ്പെട്ടു എന്ന് വരാം. പലപ്പോഴും ഞാൻ എൻ്റെ കൂട്ടുകാരോട് മനസ്സ് തുറക്കട്ടെ, നമ്മുടെ മനസ്സിലേക്ക് മരണം കടന്നു വരാറില്ല. മരിക്കുമെന്ന് നമുക്കറിയാം, പക്ഷെ അത് ഞാനായിരിക്കുമെന്ന് പലപ്പോഴും ആലോചിക്കാറില്ല. ഞാൻ ഓർക്കാറുണ്ടോ, നമ്മുടെ സമ്മേളന നഗരിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ നമ്മോട് യാത്ര ചോദിച്ച പ്രിയപ്പെട്ട മുഹമ്മദ് അലി മുണ്ടേരി ഇപ്പോഴും മനസ്സിൽ തികട്ടി വരുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ഒരു പക്ഷേ ഈ സമ്മേളന നഗരിയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ ഒരവസ്ഥ എന്തുകൊണ്ട് കൂട്ടുകാരെ നമുക്ക് വന്നുകൂടാ? വന്നാൽ നാളെ രാവിലെ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടും. ആ കൂട്ടുകാരനെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോയി വെക്കുന്ന ഖബറിടമുണ്ട്. ഞാനൊരു മിനിറ്റ് ചോദിക്കട്ടെ കൂട്ടുകാരെ, ഓർത്തു നോക്കൂ. ഈ അനന്തമായ സദസ്സിൽ സന്തോഷത്തോടെ ഇരിക്കുന്ന നിങ്ങൾ നാളെ രാവിലെ കൊണ്ടുപോയി വെക്കപ്പെടുന്നത് ഖബറിന്റെ ആഴിയിലേക്കാണ്. അല്ലാഹ് ഖബറിന്റെ ആഴിയിൽ കിടന്ന് പടയുന്നൊരു രംഗം മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ഒരു ചെറിയ കാര്യം എൻ്റെ കൂട്ടുകാരെ ചെയ്യുമോ? ഈ സമ്മേളനം കഴിഞ്ഞ് വീട്ടിലെത്തി തൊട്ടടുത്ത ദിവസം നിങ്ങളുടെ നാട്ടിൽ നിറയെ ഖബറുകളുള്ള ഖബർസ്ഥാനുള്ള ഒരു പള്ളിയിലേക്ക് കടന്നു ചെല്ലൂ. ആ പള്ളിയുടെ ചാരത്ത് ചെന്ന് മെല്ലെ അർദ്ധരാത്രി സമയത്ത് ഒറ്റക്ക് ഒരു 1.5 മണിക്ക് നിങ്ങൾ പള്ളിക്കാടുള്ള ഖബറുള്ള പള്ളിയിലേക്ക് കടന്നു ചെല്ലുക. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. കൂരിരുട്ട്. ആ കൂരിരുട്ടിൽ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ നിൽക്കുകയാണ്. നിങ്ങളിങ്ങനെ നിൽക്കുന്നു. ആ കൂരിരുട്ടിലും പള്ളിയുടെ ഇരുണ്ട രൂപം നിങ്ങളെ മനസ്സിലേക്ക് കടന്നു വരുന്നു. ഒരു 10 മിനിറ്റ് സമയം ആ പള്ളിയിലേക്ക് ഇങ്ങനെ തുറിച്ചു നോക്കിയതിൻ്റെ ശേഷം നിങ്ങൾ തൊട്ടു പിന്നിലുള്ള ഖബറുകൾ എടുത്തു ചാടി പള്ളിക്കാടിന്റെ നടുവിലെത്തുക. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് പള്ളിക്കാടിന്റെ നടുവിലാണ്. നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നിറയെ ഖബറുകൾ മാത്രം. കൂരിരുട്ട്. അർദ്ധരാത്രി പള്ളിക്കാടിന്റെ നടുവിൽ ഏകനായി നിങ്ങൾ നിൽക്കുന്നു.
ഒരു 10 മിനിറ്റ് സമയം ആ ഖബറിലേക്ക് സൂക്ഷിച്ചു നോക്കി. തൊട്ടടുത്ത് കാണുന്ന ഒരു ഖബറും കെട്ടിപ്പിടിച്ച് അരമണിക്കൂർ സമയം കിടക്കാൻ എന്റെ അനുജന്മാരെ നമുക്ക് ധൈര്യം വരുമോ? നാം മനസ്സിനോട് ചോദിക്കുക. ധൈര്യം വരില്ലെങ്കിൽ എന്റെ കൂട്ടുകാരെ, പൊട്ടിക്കരഞ്ഞാൽ കേൾക്കാൻ ആളുകളുണ്ടെന്ന്, ഓടാൻ കാലുണ്ട് നമ്മുടെ കൂടെ. ആ ഖബറിന്റെ ഉള്ളിലാണെങ്കിലോ നിങ്ങളെ മുകളിൽ മണ്ണ്, താഴെ മണ്ണ്, വലതുഭാഗത്ത് മണ്ണ്, ഇടതുഭാഗത്ത് മണ്ണ്. പള്ളിക്കാട്ടിലെ കൂരിരുട്ടിൽ മണ്ണിനടിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് കിടക്കുന്നു. ജീവനെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ല. ഓർമ്മ വരുന്നു പടച്ചവനെ. സമ്മേളന നഗരിയിൽ നിന്ന് തിരിച്ചു വന്ന ഞാൻ പെട്ടെന്ന് മരണപ്പെട്ടത് സഹിക്കാൻ കഴിയാതെ നാടിന്റെ നാനാഭാഗത്തും എന്റെ പ്രവർത്തകർ വിതുമ്പിക്കരയുന്നു. പക്ഷേ ആ പ്രവർത്തകർ കരയുന്നത് ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ്. ഞാൻ കൂരിരുട്ടിലാണ്, എനിക്ക് വെളിച്ചമില്ല. പള്ളിക്കാട്ടിലെ കൂരിരുട്ടിൽ മണ്ണിനടിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. എന്റെ പ്രിയപ്പെട്ട ഖാലിദ് മണ്ണിനടിയിൽ കിടക്കുന്നു, എന്റെ വെള്ളിലെ ഫൈസി മണ്ണിനടിയിൽ കിടക്കുന്നു, എന്റെ അബ്ദുൾ റസാഖ് ആ മണ്ണിനടിയിൽ കിടക്കുന്നു. പള്ളിക്കാട്ടിലെ കൂരിരുട്ടിൽ മണ്ണിനടിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്നെ ആലോചിച്ച് കരയുന്നു. പക്ഷേ എന്റെ ഉമ്മ കിടക്കുന്നത് ബെഡിലാണ്, ഞാൻ മണ്ണിലാണ്. മണ്ണിനടിയിൽ കൂരിട്ടിൽ ഞാൻ ഒറ്റക്കാണ്, എനിക്കാരുമില്ലെന്ന് പറഞ്ഞ് ഞാനും നിങ്ങളും വിതുമ്പി കരയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഓർമ്മ വരുന്നു ഉമ്മയെക്കുറിച്ച്, സുഹൃത്തുക്കളെക്കുറിച്ച്, സ്നേഹിതന്മാരെക്കുറിച്ച്. അവരെക്കുറിച്ച് ഓർമ്മ വരുന്ന നമ്മൾ വാവിട്ട് കരയുന്നു. പടച്ചവനെ, പള്ളിക്കാട്ടിലെ കൂരിരുട്ടിൽ മണ്ണിനടിയിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ആലോചിക്കുമ്പോ ആർത്തിരമ്പി കരയുന്ന നമ്മുടെ കരച്ചിൽ ലോകത്തെമ്പാടുമുള്ള മുഴുവൻ ജീവികളും കേൾക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരനായ SSFകാരൻ നിങ്ങൾ കരയുന്നതങ്ങ് കേട്ടുപോയാൽ പിന്നെ അവർക്ക് ബുദ്ധിയോടെ ജീവിക്കാൻ കഴിയില്ല. അത്രയും ഭീകരമായ കരച്ചിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്നൊരു ഇഴച്ചിൽ ശ്രദ്ധിച്ചു നോക്കുമ്പോ ഒരു ജീവനുള്ള സർപ്പം നിന്റെ നെഞ്ചിലൂടെ കയറി വന്ന് നെഞ്ചിൽ കിടന്ന് നിന്റെ മുഖത്തേക്ക് തുറച്ചു നോക്കുന്നു. കൂരിരുട്ടിലും ആ സർപ്പത്തിന്റെ കണ്ണുകൾ പ്രകാശിക്കുന്നു, നാവ് കത്തിത്തിളക്കുന്നു. ആഞ്ഞു കൊത്താനിരിക്കുന്ന സർപ്പത്തിന്റെ മുഖത്ത് നോക്കി കരയാനല്ലാതെ ഇറങ്ങിയോടാൻ കാര്യങ്ങളില്ലല്ലോ കൂട്ടുകാരെ. ആ സർപ്പത്തിന്റെ മുഖത്ത് നോക്കി എത്ര വർഷം കിടക്കണം? 100 വർഷം മതിയോ? 10,000 വർഷം മതിയോ? അവസാനിക്കാത്തൊരു കാലഘട്ടത്തിൽ കിടക്കേണ്ടവരാണ് നമ്മളെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ അനുജന്മാരെ, ഇത് കഥയല്ല, എനിക്ക് പ്രസംഗിക്കാനുള്ള മാറ്ററല്ല. നിങ്ങളോട് പ്രസംഗിച്ച് യാത്ര ചോദിക്കുന്ന താങ്കൾ ഇന്ന് നാട്ടിലെത്തുന്നെങ്കിലും മരണപ്പെട്ടാൽ എനിക്ക് അനുഭവിക്കാനുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മെ രക്ഷപ്പെടുത്താൻ, നമ്മെ കൈപിടിക്കാൻ, നമ്മോടൊപ്പം നിൽക്കാൻ നമുക്ക് വേണ്ടി എന്താണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത്? ഓർത്തു നോക്കൂ കൂട്ടുകാരെ. സ്നേഹം മരിക്കാത്ത മനസ്സുണ്ടോ നിങ്ങൾക്ക്? ഒരു വാക്ക് മാത്രം ഞാൻ ചോദിക്കുന്നു. ഇന്ന് ഈ ക്യാമ്പ് കഴിഞ്ഞു, നിങ്ങൾ നേരെ പോകുന്നു റൂമിൽ പോയി കിടന്നുറങ്ങുന്ന നിങ്ങൾ രാവിലെ എണീറ്റ് പുറത്തിറങ്ങുമ്പോൾ ഒരു ഭീകര സർപ്പം വന്ന് നിങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയ ഒരു കൂട്ടുകാരനെ ആഞ്ഞുകൊത്താൻ വരുന്ന സാഹചര്യത്തിൽ അവനെയല്ലേ കൊത്തുന്നത്, എന്നെ അല്ലല്ലോ എന്ന് കരുതി നിങ്ങൾ മാറി നിൽക്കുമോ? മനസ്സിനോട് ചോദിക്കുക. മാറി നിൽക്കില്ലെങ്കിൽ ഭൗമലോകത്തൊരു സർപ്പം ഒരു തവണ കൊത്തിയാൽ ഒരു പക്ഷേ മരണം വരെ വേദന സഹിച്ചാൽ മതിയാവുമെങ്കിൽ ഖബറിൽ നിന്റെ കൂട്ടുകാരൻ, നിസ്കരിക്കാതിരിക്കുന്ന നിന്റെ അനുജൻ, നിസ്കരിക്കാത്ത നിന്റെ അയൽക്കാരൻ, ഇബാദത്തിൽ വിമുഖത കാണിക്കുന്ന നിന്റെ കളിക്കൂട്ടുകാരൻ, നിന്റെ കോളേജിലെ ക്ലാസ്മേറ്റ്, ആ കൂട്ടുകാര് ഇബാദത്തിൽ വിമുഖത കാണിക്കുമ്പോ, ഹറാമ് ചെയ്യുമ്പോ അവർ അനുഭവിക്കേണ്ടത് ഒരു തവണ കൊത്തിയാൽ 70,000 വർഷം വേദന കൊണ്ട് പടയേണ്ട സർപ്പത്തിന്റെ കോടിക്കണക്കിന് കൊത്തുകളാണെങ്കിൽ ആ കൊത്തുകൾ ഏൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നീ എണീറ്റ് നിസ്കരിക്കുന്നതെങ്കിൽ
എന്റെ അനുജ, മനസാക്ഷി മരവിക്കാത്ത എന്റെ കൂട്ടുകാരാ, ആ ഭീകര സർപ്പങ്ങളിൽ നിന്ന് നിന്റെ അനുജനെ, നിന്റെ ജേട്ടനെ, നിന്റെ അയൽവാസിയെ, നിന്റെ ക്ലാസ്മേറ്റിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു മനസ്സു നിനക്ക് വേണ്ടി. ആ മനസ്സിന്റെ വിപ്ലവമായ മുദ്രാവാക്യമാണ് SSF എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തിലൂടെ രൂപപ്പെട്ടു വരുന്നത്. ഇതൊരു മഹാമുന്നേറ്റമാണ്. സ്നേഹത്തിന്റെ കണികകൾ പറ്റിപ്പോകാത്ത മനസ്സിന്റെ ഒരു വലിയ സ്നേഹവിപ്ലവമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ആർത്തിരമ്പി വരുന്ന തിരമാലകളൊക്കെ ആഞ്ഞടിച്ചു വന്ന പ്രതിസന്ധികൾക്ക് മുന്നിൽ പതറാതെ വളർത്തിയെടുത്ത ഈ മഹാപ്രസ്ഥാനത്തെ നിലകൊള്ളാൻ സാധിക്കാത്ത ഒരു മഹാസദസ്സിന്റെ മുന്നിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വികാരമുണ്ട്. ഈ മഹാപ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുത്ത നമ്മുടെ നേതാക്കൾ അവർ ലക്ഷ്യം വെക്കുന്നത് സ്വർഗമായിരുന്നു. സ്വർഗത്തിന്റെ മുന്നിൽ അവർക്ക് മറ്റൊന്നും തടസ്സമായിരുന്നില്ല. ഓർത്തുപോകുന്നുണ്ടോ നിങ്ങൾ? ഈ പന്തലിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങൾ വീർപ്പുമുട്ടുമ്പോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ? 10-16 പ്രവർത്തകന്മാരിൽ നിന്ന് ആരംഭിച്ച ഈ മഹാപ്രസ്ഥാനമാണ് ഇന്ന് ഈ നിറഞ്ഞൊഴുകുന്ന മഹാസാഗരത്തെ സാക്ഷി നിർത്താൻ നമുക്ക് സാധിക്കുന്നവർ. പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് മനസ്സുകളുടെ കണ്ണുനീർ ചാലുകൾ നാം കാണാതെ പോകരുത്. പുതിയ നേതൃത്വവും പുതിയ മുന്നേറ്റവുമായി നാം വരുമ്പോൾ ഒരിക്കലും മറക്കാതിരിക്കുക. ത്യാഗത്തിന്റെ തീച്ചൂളയിൽ വളർന്നു വന്നൊരു മഹാസംഘടനയാണ് SSF എന്ന് പറയുന്നത്. ഈ പ്രസ്ഥാനത്തിന് ഒരിക്കലും പരമദാനികൾ ലഭിച്ചിട്ടില്ല. നമ്മുടെ മനസ്സും നമ്മുടെ കാതും നമ്മുടെ ജീവിതവും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി നൽകിയപ്പോൾ ആ പ്രസ്ഥാനം ഒരു മഹാവിപ്ലവമായി ഉയരുകയായിരുന്നു. ഓർക്കുന്നു ഞാൻ എൻ്റെ പ്രിയപ്പെട്ട വെള്ളിലെ മുഹമ്മദ് ഫൈസി ഒരു തവണ വഴിയോരത്ത് തളർന്നിരുന്നു പോയി, നിയന്ത്രണം വിട്ട് കരഞ്ഞുപോയി. അല്ലാ, ഈ പ്രസ്ഥാനത്തെ നീ നയിക്കില്ലേ എന്ന് ചോദിച്ച് പ്രതിസന്ധിയുടെ പാരമ്യത്തിലെത്തിയ ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത എൻ്റെ പ്രിയപ്പെട്ട നേതാവിൻ്റെ കണ്ണുനീർ തുള്ളികളാണ് ഇന്ന് നിങ്ങളായി രൂപപ്പെട്ടു വന്നിരിക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. ഞാൻ പറയട്ടെ, നമ്മുടെ മുന്നിൽ സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു. അള്ളാഹുവിന്റെ ഔലിയാക്കൾ നമ്മോടൊപ്പം നിൽക്കുന്നു. സ്വാലിഹീങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓർക്കുക, ശൈഖുന കുണ്ടൂർ ഉസ്താദിന്റെ അവസാനത്തെ പ്രഭാഷണം SSFന്റെ ജില്ലാ സമ്മേളനത്തിലാണ്. ഉറക്കം വരാതെ 2 മാസം പിന്നിട്ടപ്പോ ഉറങ്ങാൻ വേണ്ടി ഡൽഹിയിലേക്ക് പോകുന്ന വഴി എനിക്കവിടെ കയറി പ്രസംഗിക്കണമെന്ന് പറഞ്ഞ് സംഘടനയുടെ കൂടെ നിൽക്കുക, SSFന്റെ കൂടെ നിൽക്കുക എന്ന് ആവശ്യപ്പെട്ട് വിട പറഞ്ഞു പോയ മഹാരഥന്മാരുടെ പാതയിൽ നാം മുന്നോട്ട് ഗമിക്കുക. എൻ്റെ പ്രിയപ്പെട്ട ATC അബ്ദുൽ ഖാദർ മറക്കാൻ എനിക്ക് കഴിയില്ല. വീട്ടിലേക്ക് കയറി വന്നപ്പോൾ ഒരു തെറ്റും എൻ്റെ കൂട്ടുകാരൻ ചെയ്തിരുന്നില്ല. എൻ്റെ കൂട്ടുകാരൻ ഈ ത്രിവർണ്ണ പതാക നെഞ്ചിലേറ്റി ആ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറാണെന്ന മുദ്രാവാക്യം വിളിച്ചു. എൻ്റെ അബ്ദുൽ ഖാദറിനെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തടഞ്ഞു വെച്ചു, അടിച്ചു വീഴ്ത്തി. കമഴ്ന്നു വീണ്ട എൻ്റെ കൂട്ടുകാരൻ്റെ കൈകളിൽ 3 പേരും കാലുകളിൽ 3 പേര് കയറി നിന്നു. ഉറക്കെ ഗാനങ്ങൾ ആലപിച്ചു, നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തിനും എൻ്റെ കൂട്ടുകാരൻ്റെ കരച്ചിൽ ലോകം കേൾക്കരുത്. ആ പാവപ്പെട്ട അബ്ദുൽ ഖാദറിന്റെ തലയിലേക്ക് മൂർച്ചയില്ലാത്ത ഇരുമ്പിന്റെ കമ്പിയുടെ ഭാഗം വെച്ചു. ഒരു കല്ലെടുത്ത് ആഞ്ഞ് അടിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സമയത്ത് എൻ്റെ അബ്ദുൽ ഖാദർ ചോദിച്ചു, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ എന്തിനു വേണ്ടി എന്നെ കൊല്ലുന്നു? നിന്റെ തലയിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ പതാക ഞാൻ താഴ്ത്തുകയാണെന്ന് പറഞ്ഞ് എൻ്റെ അബ്ദുൽ ഖാദറിന്റെ തലയോട്ടിയിലേക്ക് അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്ന കമ്പി താഴേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് താഴ്ന്നു പോകുന്ന കമ്പിക്കൊപ്പം തെറിച്ചു വന്ന സ്വന്തം തലച്ചോറിലേക്ക് ഉറ്റുനോക്കി SSF എന്ന് പറഞ്ഞ അബ്ദുൽ ഖാദറിന്റെ പ്രസ്ഥാനത്തിൽ ഒരു വലിയ മുന്നേറ്റത്തിന് നമുക്ക് അവസരം നിൽക്കുന്നു. പോരാളികളാവുക, വിപ്ലവത്തിന്റെ പടയോട്ടത്തിലൂടെ സ്വർഗത്തേക്ക് മുന്നേറുക. സിറാത്തുൽ മുസ്തഖീമിൽ നമുക്കൊപ്പം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അസ്ഹാബുൽ ബദറും ഉണ്ടാവും. ആ പോരാട്ട ഭൂമിയിൽ നാം മുന്നേറണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നമുക്ക് നാമല്ലാതായി മാറാൻ
നമുക്ക് ഒരു SSFകാരനായി മാറാൻ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത്, മനസ്സിൽ സ്വാർത്ഥത നഷ്ടപ്പെടുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിങ്ങൾ SSFകാരനാകുന്നത്. മനസ്സിൽ എന്റേതെന്ന ചിന്തയിൽ എന്ന് നിങ്ങൾക്കില്ലാതെയാകുന്നുവോ അപ്പോഴാണ് നിങ്ങൾ SSFകാരനാകുന്നത്. SSF അക്ഷരങ്ങളല്ല, ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കാൻ നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ മഹാസാഗരത്തിൽ എത്തുമ്പോൾ ഒരു വലിയ കൊതിയുണ്ട് എൻ്റെ മനസ്സിൽ. ഈ പതാക പിടിക്കാൻ ഒരിത്തിരി കാലം അവസരം നൽകിയ എൻ്റെ റബ്ബന്റെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ നിഅ്മത്ത്, ആ നിഅ്മത്താണ് SSFന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചത്. മരിക്കുമ്പോഴും ആ പതാക നെഞ്ചിലേറ്റു മരിക്കാൻ സാധിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എൻ്റെ അനുജന്മാരെ മറക്കാതിരിക്കുക, പ്രാർത്ഥിക്കുക. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.